സുരേഷ് ഗോപി നമ്മൾ 24-മായി സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയത്തുള്ള ചില പുതിയ അവസ്ഥകളുടെയൊക്കെ പശ്ചാത്തലത്തിലുള്ള തീരുമാനമാറ്റം എല്ലാ സംസ്ഥാനങ്ങളുടെയും സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്, അവരുടെ അവകാശവുമാണ്. അതനുസരിച്ച് ഇന്നലെ കേരള സംസ്ഥാന മന്ത്രിമാർ പറഞ്ഞ കാര്യമെല്ലാം ബോധ്യപ്പെട്ടു. അതെല്ലാം കൃത്യമായിട്ട് നടപ്പിലാവണമെന്ന് അല്ല നമുക്കിത് അപ്പം പൂരം ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നു. ഇത് ഒന്നും ഇപ്പൊ ചോദിക്കേണ്ട സമയമല്ല. നന്നായി നടക്കട്ടെ, എല്ലാവർക്കും തൃപ്തി പകർന്നെടുക്കാൻ സാധിക്കട്ടെ. മന്ത്രി പറഞ്ഞു രണ്ട് കാര്യങ്ങളെ, ഇപ്പൊ ആളുകൾക്ക് വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ലേ രാത്രി പൂരത്തിനാണെങ്കിലും അവർക്ക് അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ നിന്ന് നല്ലതുപോലെ പാഠം ഉൾക്കൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്തു. വെടിക്കെട്ടൊക്കെ സ്വരാജ് റൗണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പൊ അത് അല്പം കൂടെ ആളുകളെ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. അത് ഒറ്റയടിക്കാതെ നമ്മൾ അടക്കുകയല്ല, എന്നാലും ചെറിയ തോതിൽ അതിന് ചില നിർദ്ദേശങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട്. അത് തന്നെ സന്തോഷകരമാണ്. ഇനി ചില മാറ്റങ്ങൾ വരും വർഷങ്ങളിലൊക്കെ നമുക്ക് ഇതിപ്പോ പൂർണ്ണമായിട്ടും റൗണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് അമിത്ഷാജി ഏപ്രിൽ 3-ാം തീയതി ഉച്ചയ്ക്ക് തീരുമാനം അറിയിച്ചത്. പൂർണ്ണമായിട്ടും ആൾക്കാരെ റൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന് നൽകാം എന്നാണ് തീരുമാനിച്ചത്. അന്ന് രാത്രിയാണ് 18 പേർ ഒരു വെടിക്കെട്ടിൽ മരിച്ചത്. അപ്പോഴേക്കും അത് കോടതിയുടെ പരിധിയിൽ വീണ്ടും ശക്തമായ നിർദ്ദേശങ്ങൾക്കുള്ള ഒരു പരവതാനിയാണ് തുറന്നു വെച്ചത്. അപ്പൊ പിന്നെ നമുക്കതിൽ ഉള്ള ലീനിയൻസീസ് എല്ലാം കട്ട് ചെയ്യേണ്ടി വന്നു വീണ്ടും. അപ്പൊ ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചെറിയ പ്രശ്നം. ഇത് തന്നെയാണ്. നോക്കാം. അങ്ങ് 3 ദിവസം ഇവിടെ ഉണ്ട്, 36 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ട്. സ്കാൻ അങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. നാളെ അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹം പാറമേക്കാവ് ക്ഷേത്രത്തിലെത്തി. അദ്ദേഹത്തിന്റെ എല്ലാ വർഷവും അദ്ദേഹം നൽകുന്നതാണ് ഒരു കുട നൽകിയ ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇത് തിരുവമ്പാടിയിലും സമാനമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കുട സമർപ്പണം ഉണ്ടാകും. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇന്നലെ ചേർന്നിട്ടുള്ള അവലോകന യോഗം അത് തൃപ്തികരമായിരുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് സുരേഷ് ഗോപി MP പറയുന്നത്. കഴിഞ്ഞ തവണ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ഇനി ചോദിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാറമേക്കാവ് ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ നമ്മളുമായി സംസാരിക്കുകയായിരുന്നു. എന്തായാലും പൂരം സമാധാനപരമായി നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്.